ിലേക്ക് ചില മനുഷ്യർ നമ്മെ അതിശയിപ്പിക്കാറുണ്ട്. സംസാരം കൊണ്ട് അമ്പരപ്പെടുത്തുന്നവരെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ അത്ഭുതത്തോടെ അവരെ നോക്കി നിൽക്കാറുണ്ട്. ഇത്തരത്തിൽ ഇംഗ്ലീഷ് സംസാരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഓട്ടോക്കാരനെ കുറിച്ചാണ് തത്സമയ റിപ്പോർട്ടർ ഇനി പറയുന്നത്. നമ്മുടെ കാർത്തിക മഠത്തിലും അതിനുശേഷം ചേരുന്നതായിരിക്കും. നമുക്ക് റിപ്പോർട്ട്. കാർത്തിക, ഈ ആരാണ് ഈ അതിശയിപ്പിക്കുന്ന ഓട്ടോക്കാരനെന്നറിയാൻ വല്ലാത്ത കൗതുകമുണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് അതിശയിപ്പിക്കുക ഒരു ചെറിയ കാര്യമാണ് ഇപ്പോൾ എന്നെനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ഒരു വല്ലാത്ത ലോകം തന്നെ തുറന്നു കിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മളൊക്കെയും പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരമുണ്ടാവും അല്ലേ? ഇന്നയാളെ ഇംഗ്ലീഷ് സംസാരിക്കാവും. ആ ധാരണകളൊക്കെ തിരുത്തി എഴുതുകയാണ് ഈ സഹോദരനെന്ന് തോന്നുന്നു. എന്താണ് കൂടുതൽ വിശേഷങ്ങൾ? മോത്തി പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊരു മിഥ്യാധാരണ പലർക്കും ഉണ്ട് നമുക്കിടയിലുള്ള. ആ ഒരു മിഥ്യാധാരണ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഓട്ടോ ചേട്ടൻ, മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലയിലാണ് ഈ ഒരു ഓട്ടോ ചേട്ടനുള്ളത്. യാദവ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഈ ഒരു ചേട്ടൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓട്ടോയിൽ കയറാനെത്തിയ 2 ചെറുപ്പക്കാരാണ് ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ, അതായത് ഭൂഷൺ എന്നു പേരുള്ള ഈ ചെറുപ്പക്കാരൻ ആകെ വണ്ടറടിച്ചു എന്നാണ് അദ്ദേഹം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നത്. കാരണം അത്രയും ഫ്ലുവൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ മോത്തി പറഞ്ഞതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി കോവളത്തൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് ഫോറിനേഴ്സ് വരാണ്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ വഴിയോര കച്ചവടക്കാർ മുതൽ, അല്ലെങ്കിൽ അവിടെ വിൽപ്പന, പല സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുന്ന കടകളിൽ പല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേട്ടാൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. തീർച്ചയായിട്ടും കാർത്തിക, ആ അത്ഭുതപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് നമുക്ക് പറയാം. അതിനിടയ്ക്ക് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ? I'm studying in Nagpur. I stay in Shegaonaka near Amravati. My question is with you that where do you stay? Yes, stay. And आप कहाँ रहते हो? मैं रहता हूँ Shegaonaka. Okay, sir. Thank you. Next. Nice to meet you. Thank you so much, sir. Golden time for my customer. Yes. Bye. Thank you, sir. Okay, welcome. चलो bye. Sir, we have no time. കാർത്തിക വളരെ മനോഹരമായി സംസാരിക്കുന്ന, ആശയവിനിമയം നടത്തുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയാനും നമ്മുടെ പ്രേക്ഷകർക്ക് കൗതുകം ഉണ്ടാവും. കാർത്തിക, അദ്ദേഹം ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. 60 മുതൽ 70 പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ബാക്കിയുള്ള വിവരങ്ങൾ വ്യക്തമായി എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറം രാജ്യങ്ങളിലൊക്കെ സുഖമായിട്ട് പോയി വരാൻ പറ്റും. ലണ്ടൻ, പാരീസ് പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വരാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ നിങ്ങൾക്ക് തരും. മറിച്ച് മറാഠിയിലാണ് നിങ്ങൾ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങളോട് പോയിക്കോളാൻ പറയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണ്. അതിൻ്റെ പ്രാധാന്യത്തോടു കൂടെ നിങ്ങളത് പഠിക്കണം എന്ന് കൂടെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ബിരുദധാരി ആയാൽ മാത്രമേ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ല. നമ്മളൊരു എഫേർട്ട് ഇട്ടാൽ, നമ്മളൊന്ന് മെനക്കെട്ടാൽ സുഖമായിട്ട് ആർക്ക് വേണമെങ്കിലും ഇംഗ്ലീഷ് പച്ചവെള്ളം പോലെ പറയാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൂടെ മനസ്സിലാവുന്നത്. മോത്തി.